നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മളിത് പൊട്ടിക്കാൻ പോവാ. ആദ്യം ഇത് കൊണ്ടുവന്നിടം പോലെ പൊട്ടിക്കാൻ നടക്കാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച 2 ഐറ്റംസ് ആണ്. ഒരു ബെഡ്ഷീറ്റും കുറച്ച് പില്ലോസും ആണ്. ഈ പില്ലോ ഞാൻ ഇതിന് മുന്നേ മേടിച്ചിട്ടുണ്ട്. നല്ല നല്ല പില്ലോസ് ആയിരുന്നു. നമുക്ക് പൊട്ടിച്ച് നോക്കാം സെയിം സാധനമാണോ വന്നേക്കുന്നതെന്ന്. അത് തുറക്കണ്ട, ഒന്ന് തുറക്കാം. മാറി ഇതാണ് ഇതിന്റെ ഒരു പില്ലോ. ഇങ്ങനെ നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോ ഈ സാധനം എയർ ഫില്ലായിട്ട് നല്ല പില്ലായിരുന്നു. ഇങ്ങനെ ഒരു 6 എണ്ണത്തിന്റെ സെറ്റാണ് ഞാൻ മേടിച്ചത്. ഇത് 6 പില്ലോ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരെണ്ണം ഇതില് ഓപ്പൺ ആക്കാം. പോയി അപ്പൊ കണ്ടത് വണ്ണം വെച്ച് നമ്മുടെ ശരിക്കും പില്ലായി. ഇതാണ് എൻ്റെ പരിപാടി. പക്ഷെ നല്ല പില്ലാണ്, നല്ല സോഫ്റ്റ് ആണ്, നല്ല പില്ലാണ്. ഞങ്ങളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സെയിം പില്ലയാണ്. ഞാൻ ഒരു 2 മോഡൽ പില്ലും ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തായിരുന്നു. ഒരു മോഡൽ ഓർഡർ ചെയ്തിട്ട് വന്നപ്പോൾ കൊള്ളൂല, റിട്ടേൺ ചെയ്തു. ഇത് നല്ല നല്ല പില്ലാണ്. അപ്പൊ നമുക്കിനി പാക്കറ്റ് മാറ്റി വെക്കേ. നമുക്ക് ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഞാൻ പുതിയ ബെഡ്ഷീറ്റ് വിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഇട്ടിരുന്ന ബെഡ്ഷീറ്റ് ഊരി മാറ്റി. ഈ ബെഡ് കവർ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ഇവിടെ ഉള്ള എല്ലാ ബെഡിനും ഈ കവർ മേടിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു ഇതിലേക്ക് നനവൊന്നും വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോട്ടിങ് ഒക്കെ ഉണ്ട്. നല്ല ബെഡ് കവറാണ്. അത് പൊട്ടിക്കോ, അത് കയറിയോ? ബെഡ്ഷീറ്റ് അങ്ങനെ ഉണ്ടോ നോക്കാം. കൊള്ളൂല്ലെങ്കിൽ തിരിച്ചു കൊടുക്കണ്ടേ? നല്ല ബെഡ്ഷീറ്റ് ആണോ? ഈ കമ്പനിയുടെ ഞാൻ നേരത്തെ ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ലതായിരുന്നു. സെയിം കമ്പനി വീണ്ടും ഓർഡർ ചെയ്യുക. ഇട്ട് നോക്കാം. 2 പില്ലോ. ബെഡ്ഷീറ്റ് ഇത് മറ്റേ ഇലാസ്റ്റിക് ടൈപ്പ് ബെഡ്ഷീറ്റ് ആണ്. ഇത് ഞാനിപ്പോ 4 ബെഡ്ഷീറ്റ് കൊടുത്തേക്ക് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ്. ഞങ്ങളിത് ഹോം സ്റ്റേ ആയിട്ട് കൊടുക്കുന്ന പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഷീറ്റ് വേണ്ടി വരും. അപ്പൊ നമുക്കിതൊന്ന് ഇട്ടോ. ഇലാസ്റ്റിക് വലിക്കുന്ന ഇതുണ്ടോ? ഇങ്ങനെ ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് നമുക്ക് സുഖമായിട്ടാനായിട്ട് ബെഡ് പൊക്കെയൊന്നും വേണ്ട. ഞാൻ എടുത്ത് കൊടുത്താൽ എല്ലാം ഇടുമ്പോഴേ ആദ്യം ഒരു കവറ് ഇട്ടിട്ട് തന്നെ നേരെ ഇടാം. അല്ലെങ്കിൽ പെട്ടെന്ന് തിരിച്ചാവും. പിന്നെ വേണ്ടി നമുക്ക് കിലോ കോറോട് ഇടാം. അതിപ്പോൾ കിലോ ചീറ്റ് അകത്തിടാം. ഇത് പുതിയ പില്ലോയാണ്. ഇത് നല്ല ഇങ്ങനെ അത്യാവശ്യം നല്ല പൊങ്ങി ഇരിപ്പുണ്ട്. ഇത് ഈ സെയിം പില്ലോ തന്നെയാണ്. ഇത് ഞാൻ ഇപ്പൊ മേടിച്ചിട്ട് 2-3 മാസമായി. ഒന്നോ താന്നു.
കുറച്ച് ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇച്ചിരി പതിഞ്ഞു പോകും. അങ്ങനെയുണ്ട് ബെഡ്ഷീറ്റ് പില്ലോയും കൊള്ളാവോ? എനിക്ക് ഇഷ്ടപ്പെട്ടാ? സംഭവം അത്യാവശ്യം കോട്ടൺ ആണ്. ചെറിയ മിക്സിംഗ് ഉള്ള കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ അല്ല, എങ്കിലും ചെറിയ മിക്സിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ ഈ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല ഷീറ്റാണ്. കാര്യം കഴുകി ഇട്ടാന്ന് കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും വലുതില്ലെങ്കിൽ. പിന്നെ ആകെ ഉള്ള ഒരു പ്രശ്നം ഈ ഇലാസ്റ്റിക്കിന്റെ പോർഷൻ വരുന്നിടത്ത് ഇച്ചിരി ഉണങ്ങാൻ പാടായിരിക്കും. അതിനിപ്പോൾ ഇച്ചിരി നനവുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പിടിച്ചെടുക്കും. ഈ പോർഷനൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നേരത്തെ ഇട്ടിരുന്ന എല്ലാം പ്യുവർ കോട്ടൺ ആയിരുന്നു. ആ ഷീറ്റുകളൊക്കെ മഴയത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്, ഉണങ്ങി കിട്ടത്തില്ല പെട്ടെന്ന്. പിന്നെ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് ഷീറ്റ്? നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇത് ഇഷ്ടമായെങ്കിൽ പറയണേ കേട്ടോ. ബൈ.